ഇപ്പം നമ്മൾ മലക്കപ്പാറയിൽ നിന്ന് നേരെ അതിരപ്പള്ളിക്ക് പോവുകയാണ്. അപ്പോൾ രാത്രി ഒരു 7:30, 8 മണിയാവും നമ്മളെത്തുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കാട്ടുതീ പോലെ കണ്ടു. പക്ഷേ കാട്ടുതീ അല്ല. അതൊരു കൃത്രിമ തീയാണ്. ഫോറസ്റ്റ് ഓഫീസറും ട്രൈബൽസും കൂടി ചെയ്യുന്നതാണ്. അത് കാടിനും അതുപോലെ തന്നെ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അതുപോലെ തന്നെ ചെറു ചെറു പ്രാണികൾക്കും എല്ലാവർക്കും കൂടി ഈ ഒരു കൃത്രിമ കാട്ടുതീ വളരെ അനുയോജ്യമാണ്. കാരണം വെച്ചാൽ അവരുടെ സ്വാഭാവിക ജീവിതത്തിനും പുതിയ പുല്ല് അല്ലെങ്കിൽ ചില കാട്ടുതീ നമ്മൾ കൃത്രിമം ചെയ്യുമ്പോൾ അത് മറ്റു മൃഗങ്ങൾക്കും ഗുണകരമാണ്. അപ്പം അങ്ങനെ പലതരത്തിലും ഒരുപാട് ഗുണകരമായിട്ട് കാര്യങ്ങളാണ് സ്വയം കാട്ടുതീ ചെയ്യുന്നത്. ഇതിനെ നിയന്ത്രിത കാട്ടുതീ എന്നും പറയും. അപ്പം നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിച്ച് ഷോക്കായി പോയി. കാരണം വെച്ചാൽ വലിയ രീതിയിലാണ് അത് അവര് ചെയ്തത്. അപ്പോൾ അതാണ് നിങ്ങളിന്ന് കാണിക്കുന്ന വീഡിയോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇത്. മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുക, നമ്മളത് ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ കാട്ടുതീ തന്നെയായിരുന്നു. കാരണം നമ്മളതിൽ കൂടി പോയിട്ടുണ്ടെങ്കിലും. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കാടിൻ്റെ സ്വാഭാവികത കാര്യങ്ങൾ നഷ്ടപ്പെടാതെ പുതിയ പുതിയ ജീവാംശങ്ങളും ജീവികളും എല്ലാവർക്കും കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് നമ്മൾ ഒരു പരിധി വരെ ചെയ്യുള്ളൂ, മൊത്തത്തിലല്ല. കാരണം വെച്ചാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക, മൊത്തത്തിൽ ആളി പടരും. ആ കാട് തന്നെ ഇല്ലാതാവും. അപ്പോൾ ഒരു ചുറ്റളവിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയപ്പോഴാണ്, അതായത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് അതിരപ്പള്ളി പോണ റൂട്ടിലാണ് ഇത് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം കേട്ടോ. ഇപ്പോൾ കത്തിക്കാനല്ലേ കത്തിക്കാനല്ലേ ആ കത്തിക്കണതാണ് വേറെ തീരുന്നുണ്ടോ?